എപ്പിസോഡിൽ ആദ്യം നമ്മൾ പരിഗണിക്കുന്ന പരാതി ഒരു പത്രവാർത്തയെ അടിസ്ഥാനമാക്കിയുള്ള പരാതിയാണ്. കാസർഗോഡ് ജില്ലയിലെ കാട്ടിപ്പാറ സ്കൂളിലെ അധ്യാപികയായിരുന്ന രാധാമണി അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചതാണ് ഈ വാർത്ത. മനസ്സിന്റെ താളം തെറ്റിയ രാധാമണി അമ്മയെ ജോലിയിൽ നിന്ന് അവധിക്ക് അപേക്ഷിച്ചില്ല എന്ന കാരണത്താൽ പുറത്താക്കി എന്നാണ് റിപ്പോർട്ട്. പെൻഷൻ പ്രായം കഴിഞ്ഞ രാധാമണി അമ്മയ്ക്ക് ഇക്കാരണത്താൽ അർഹമായ സർവീസിന് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. അവിവാഹിതയായ രാധാമണി അമ്മ ഇപ്പോൾ ട്രഷറിയിലെ RD നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ കൊണ്ടാണ് ജീവിതം തള്ളി നീക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയേണ്ടത് ആവശ്യമാണെന്ന് പത്രവാർത്തയിൽ പറയുന്നു. ഫോണിൽ സംസാരിക്കാൻ ശ്രീ സാനു ഉണ്ടെന്ന് പറഞ്ഞു. സാനു എന്താ പറയാനുള്ളത്? ടീച്ചർ ഇപ്പോ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇത് സംബന്ധമായിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പേപ്പറുകളെല്ലാം ശരിയാക്കി കഴിഞ്ഞാല് പെൻഷൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ടീച്ചർക്ക് സ്വന്തമായിട്ട് അത് ചെയ്യുന്നതിനൊന്നും കഴിയില്ല. അപ്പോ ഇതെല്ലാം ശരിയാക്കിയതിന് ശേഷം ആരെങ്കിലും ചുമതലപ്പെടുത്തിയാൽ മാത്രമാണ് ഈ ടീച്ചർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനായിട്ട് അങ്ങ് ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അഡീഷണൽ DPI ശ്രീ രാജൻ, അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഇൻസ്ട്രക്ഷൻ ഇവിടെ ഉണ്ട്. പറയൂ രാജൻ. സർ, ശ്രീമതി രാധാമണി ടീച്ചർ അവരെ 12/7/97 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് അവരെ സർവീസിൽ നിന്ന് നിർബന്ധിത പെൻഷൻ നൽകി കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിർബന്ധിത പെൻഷൻ നൽകി ഉത്തരവിറക്കിയിരിക്കുന്നത് കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹമാണ് പെൻഷൻ സാങ്ഷൻ അതോറിറ്റി. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പറ്റിയൊരു പിഴവാണ്. യഥാർത്ഥത്തിൽ അന്ന് തന്നെ പെൻഷന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം താഴേക്ക് കൊടുക്കണമായിരുന്നു. ഇക്കാര്യത്തിൽ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി കുമ്പള AU-ആണ്. ഉടനെ തന്നെ അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് പെൻഷൻ അർഹതയുണ്ട്. 2 മാസത്തിനുള്ളിൽ, കാരണം പേപ്പേഴ്സ് ശരിയാക്കി AG കണ്ട് തിരിച്ചു വരേണ്ട ഒരു സാവകാശം കിട്ടിക്കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ ഇവർക്ക് അർഹമായ പെൻഷൻ ആനുകൂല്യം അന്ന് മുതൽ അർഹതയുള്ള പെൻഷൻ കുടിശ്ശിക കൊടുക്കാനായിട്ട് നടപടി സ്വീകരിക്കും. ഈ തെറ്റ് കാണിച്ച ഉദ്യോഗസ്ഥനെ അവരുടെ പിഴവിന് നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. കാരണം 17 കൊല്ലം ഒരു സാധു സ്ത്രീയെ പറഞ്ഞാല് എന്തൊരു കഷ്ടമായിട്ടുള്ളത്. ഈ അവധിക്ക് അപേക്ഷിച്ചില്ലാത്ത കൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പരാതി പറയുന്നത് അതെന്താണ് മനസ്സിലായില്ല സാർ. അത് പ്രോപ്പറായിട്ട് അവര് അവധി കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അവര് സൗണ്ട് ആയിരുന്നു എന്നാണ്. അവരൊന്നും റിപ്ലൈ ചെയ്ത് കാണത്തില്ല. സംഗതി ശരിയാ, മനസ്സിലാക്കാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് അവരുടെ തീർച്ചയായിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പിഴവ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം അവർക്ക് മാനസിക നില തെറ്റി നടക്കുന്നവരാണ്. അപ്പം 2 മാസത്തിനുള്ളിൽ ഈ പ്രശ്നം. സാനു ഫോണിൽ സംസാരിക്കുന്ന സാനു ഈ പറഞ്ഞത് കേട്ടോ? കുടിശ്ശിക സഹിതം 2 മാസത്തിനകം അവരുടെ പെൻഷൻ അർഹമായിട്ടുള്ള പെൻഷൻ 97 അവര് പിരിച്ചുവിട്ട നിർബന്ധിത പെൻഷൻ കൊടുത്തി അന്ന് മുതൽ ഇങ്ങോട്ടുള്ളത് കൊടുക്കണം. കൊടുക്കുമ്പം അവർക്ക് അർഹമായ പെൻഷൻ എന്നുള്ളത് നമുക്ക് എത്രമാത്രം ലിബറലാകാമോ അത്രയും ലിബറലാകണം. പരിധി വിട്ടുപോകണ്ട, പക്ഷെ ലിബറലായിരിക്കണം. അപ്പം സാനു കണ്ടല്ലോ. സാനു അവിടുത്തെ പൊതുപ്രവർത്തകനാണോ? ആരാ? അധ്യാപകനാണ്. ഏതായാലും ഈ പ്രശ്നം ഗവൺമെന്റിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നതിന് പ്രത്യേകമായ നന്ദി. സാനുവിനെ അഭിനന്ദിക്കുന്നു. ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റാണ്. അവരോട് ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഉണ്ടായത്. അത് ഗവൺമെന്റ് ശ്രദ്ധയെ കൊണ്ടുവന്നത് സാനുവാണ്. പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശരി സാർ. നന്ദി സാർ.